ഇന്ന് നമ്മളൊരു പാർട്ടി സ്പെഷ്യൽ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ബ്രോസ്റ്റഡിന്റെ അത്ര വലിപ്പത്തിലല്ല, ചിക്കൻ ചെറിയ പീസൊക്കെ ആക്കി മുറിച്ചിട്ട് ഒരു ചില്ലി ബ്രോസ്റ്റ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ പാർട്ടികളിലൊക്കെ കൂടുതലായിട്ടും കാണുന്നതാണ് ചില്ലി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുമില്ല, ബ്രോസ്റ്റഡ് തന്നെ, പക്ഷെ ചെറിയ പീസുകളായിട്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ ബ്രോസ്റ്റ് റെഡിയാക്കാനായിട്ട് 700 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള ചിക്കനാണിത്. മുറിച്ചെടുക്കുന്ന സമയത്ത് സാധാരണ ബ്രോസ്റ്റഡ് ചിക്കനിന് പോലെ അത്ര വലുതാക്കിയിട്ടല്ല മുറിക്കുന്നത്, ചെറിയ പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ ചിക്കൻ ചില്ലിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ടല്ലോ, ആ ഒരു രീതിയിൽ ചെറിയ പീസായിട്ടാണ് ഇത് മുറിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്നങ്ങ് മാരിനേറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, അല്ലെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1 അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടെ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റാണ്. അതായത് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി 2-3 പച്ചമുളകും കൂടെ ചേർത്തിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പൊക്കെ എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിലേക്ക് വേറെ മസാലപ്പൊടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ. പിന്നെ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ കുറേ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പം ഇങ്ങനെ റെഡിയാക്കി എടുത്തുള്ള ചിക്കന് ഒരു മിനിമം അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. കൂടുതൽ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്, എന്നാലേ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇവിടെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ബ്രോസ്റ്റഡ് ചിക്കൻ്റെ പൊടി ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് പാർട്ടി സ്പെഷ്യലൊക്കെ ആയി ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാവർക്കും എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ബ്രോസ്റ്റഡ് പൊടി ഉണ്ടാക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ബ്രോസ്റ്റഡ് പൊടി എങ്ങനെ ഉണ്ടാക്കിയിട്ട് ബ്രോസ്റ്റഡ് റെഡിയാക്കാന്നുള്ള വീഡിയോ ആണ് നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ സംശയമുള്ളവർ ആ ഒരു വീഡിയോ എന്തായാലും കണ്ടു നോക്കണേ. അപ്പം ഈ ഒരു റെഡിമെയ്ഡ് ആയിട്ടുള്ള വാങ്ങിച്ചിട്ടുള്ള പൊടിയിൽ നിന്നും 1 കപ്പ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഇത്തിരിയും കൂടെ വേണ്ടി വരും, പക്ഷെ എല്ലാം കൂടെ ആദ്യം ഒന്നിച്ച് ചേർക്കണ്ട. കാരണം നമ്മൾ ചിക്കനൊക്കെ ഇട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നനഞ്ഞ് കുഴയാനൊക്കെ ചിലപ്പോൾ ചാൻസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കുറച്ച് ഇട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന ഇതുപോലത്തുള്ള പൊടിയിൽ ചിലപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കറക്റ്റ് ടേസ്റ്റിൽ കിട്ടും. ഡയറക്റ്റ് ചിലപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള കൂടുതൽ പൊടി അങ്ങനെയാണ്, ഡയറക്റ്റ് നമ്മൾ ബ്രോസ്റ്റഡിൻ്റെ പൊടി അങ്ങനെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പ് ഭയങ്കരമായിട്ട് കൂടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. എല്ലാ പൊടിക്കും ചിലപ്പോൾ വേണ്ടി വരില്ല. മൈദ ചേർത്ത് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഒരു കറക്റ്റ് ടേസ്റ്റ് ആവുന്നത് വരെ മാത്രം ഇട്ട് കൊടുത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ മൈദയ്ക്ക് വരെ കടലപ്പൊടിയും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ, മൈദ തീരെ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് എടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടാകും. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്കത് ആവശ്യമുണ്ട്, കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് ഇതിലേക്ക് ഒരു മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട്. മഞ്ഞ വേണമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വെള്ളം മാത്രമാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ 1-2 വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 എടുക്കുന്നുള്ളൂ. കുറച്ചൊരു വെള്ളമയം കിട്ടും, പിന്നെ ആ ഒരു നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ ഒരു ചിക്കന് ഒരു പീസ് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു പൊടി ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ ചിക്കൻ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചൊരു പാത്രത്തിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം പൊടി പിടിച്ചിരുന്നോളൂ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഒരു ചിക്കനിലേക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ചിരിക്കണം, എന്നാലേ നമ്മളിത് എണ്ണയിലിട്ട് വറുക്കുന്ന സമയത്ത് നല്ല ഒരു ക്രിസ്പിയോട് കൂടിയിട്ട് കിട്ടുള്ളൂ. ഇതിപ്പോൾ ചെറിയ പീസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു 3-4 പീസൊക്കെ ഒന്നിച്ചിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. എന്തായാലും അതിൽ മൊത്തത്തിൽ അങ്ങ് കവറായി കിട്ടിക്കോളും. അപ്പോൾ ബാക്കിയുള്ളത് ഇങ്ങനെ ചെയ്തെടുക്കുക. എല്ലാം ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫസ്റ്റ് ബാച്ച് ഫ്രൈ ചെയ്യാനുള്ളത് ആദ്യം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് അടുത്തത് മതി. എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഭയങ്കര വെള്ളം ഇറങ്ങിയിരിക്കുന്ന ആ ഒരു ഇത് വരും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, ഡയറക്റ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് ഒറ്റൊരു കോട്ടിങ്ങേ ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മുൻപത്തൊക്കെ ബ്രോസ്റ്റഡിൻ്റെ വീഡിയോയിലൊക്കെ ഡബിൾ കോട്ടിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പൊടിയിലിട്ട് മുക്കിയതിന് ശേഷം ഒരു മുട്ട ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൽ ഒന്നുകൂടെ മുക്കിയിട്ട് രണ്ടാമത് ഒന്നുകൂടെ പൊടിയിൽ മുക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, ഡബിൾ കോട്ടിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനായിട്ടുള്ള ഓയിൽ ചൂടാക്കി എടുക്കുക, ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
ഓയിൽ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ പീസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം. എന്നിട്ട് മൊത്തത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നങ്ങ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്താലും മതി. കാരണം ഹൈ ഫ്ലെയിമിലാവുന്ന സമയത്ത് പുറം ഭാഗം പെട്ടെന്ന് കളർ മാറുകയും ചെയ്യും, ഉള്ളിൽ കറക്റ്റ് കുക്ക് ആവില്ല. പിന്നെ ചെറിയ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ വലിയ ബ്രോസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന അത്രയ്ക്കൊന്നും സമയം വേണ്ടി വരില്ല. അപ്പോൾ ഒരു ഭാഗമൊക്കെ ആവുന്ന സമയത്ത് 1-2 പ്രാവശ്യം തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ചില്ലി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ സോസൊക്കെ റെഡിയാക്കിയിട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ചെയ്യുന്നൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ ചെറുതാക്കിയിട്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം കുറച്ച് സോസ് ഗ്രേവിയൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യട്ടെ. അങ്ങനെ ഒരു വീഡിയോ ഉണ്ട്, അത് ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത് 2 സൈഡും കറക്റ്റ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് ഒരു സ്ട്രെയിനറിലേക്ക് എടുക്കാം. പിന്നെ രണ്ടാമത്തെ ബാച്ച് എണ്ണയിലേക്ക് ഇടുന്നതിന് മുൻപ് ഓയിലിൽ നമ്മൾ ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊടിയിൽ മുക്കി ചെയ്തതുകൊണ്ട് തന്നെ അത് കുറച്ച് പൊടി ചാടിയിട്ട് കരിഞ്ഞ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് കഴിയുന്നതൊന്ന് മാറ്റി കളയുകയാണെങ്കിൽ നന്നായിരിക്കും. കാരണം അടുത്ത ബാച്ച് ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ചിക്കന് നല്ല കറക്റ്റ് ഒരു കളറിൽ കിട്ടില്ല. കാരണം ഓയിൽ ഒരുപാട് കരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കളറിൽ മാറ്റം വരും. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഡബിൾ കോട്ടിംഗ് ചെയ്തിട്ടാണ് കേട്ടോ. ഡബിൾ കോട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം ഒന്ന് പൊടിയിൽ കവർ ചെയ്തെടുത്തു. ആദ്യത്തെ പ്രാവശ്യം ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, അതുപോലെ ഒന്ന് പൊടിയിൽ ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലൊന്നുകൂടെ മുട്ടയിലൊന്ന് മുക്കിയിട്ട് പിന്നെ രണ്ടാമതൊന്നുകൂടെ ഈ പൊടിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ. പക്ഷെ ഇത് വേണമെന്നൊരു നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ. പക്ഷെ നമ്മളിത് ഇപ്പോൾ ഒരു ഫംഗ്ഷന് പാർട്ടിക്കൊക്കെ വേണ്ടി ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇത് ഇത്ര ചെറിയ പീസ് ആയതുകൊണ്ടും ഡബിൾ കോട്ടിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരുപാട് മുട്ടയുടെ ചിലവൊക്കെ വരും. പക്ഷെ അത് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാതിരുന്നത്. ഈ ഒരു ടെക്സ്ചറിൽ വരുന്ന കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഡബിൾ കോട്ടിംഗ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ആകുമ്പോൾ ഇതുപോലെ കുറച്ചൊരു വലുതായിട്ട് ഈ ഒരു രീതിയിൽ കിട്ടുന്നു മാത്രം. പക്ഷെ പാർട്ടിക്കൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ചെയ്താൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കറക്റ്റ് ടേസ്റ്റിൽ തന്നെ കിട്ടിക്കോളും. ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് അത്യാവശ്യമൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതിപ്പോൾ മുട്ടയിൽ രണ്ടാമത് കോട്ടിങ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ എണ്ണയിൽ ഇങ്ങനെ ആ ഒരു പത വന്ന് കിടക്കുന്നത്. മുട്ടയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു രീതിയിലുള്ള കോട്ടിങ് വരുമ്പോഴുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ചില്ലി ബ്രോസ്റ്റ് എന്ന് പറയുന്നത്. ചില്ലി ബ്രോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോസൊക്കെ റെഡിയാക്കിയിട്ട് ചില്ലി ചിക്കൻ പോലെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. നമ്മളിപ്പോൾ സാധാരണ നാട്ടിലൊക്കെ ചില്ലി ചിക്കൻ കൂടുതലായിട്ടും നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത് ചിക്കൻ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്യുമല്ലോ നമ്മൾ പാർട്ടിക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് ഇപ്പോൾ നാട്ടിലൊക്കെ പാർട്ടികളിലൊക്കെ കാണുന്നുണ്ട് ഇത് ചില്ലി ബ്രോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഇതാകുമ്പം സെർവ് ചെയ്യാനും എളുപ്പമാണ്, കഴിക്കാനും എളുപ്പമാണ്, അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാനും ഒക്കെ എളുപ്പമാണ്, പെട്ടെന്ന് റെഡി ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. അപ്പം ഈ ഒരു രീതിയിലുള്ളത് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്